എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് MS വേർഡ് മുഴുവനായിട്ടുള്ള ഒരു റിവിഷനാണ്. അപ്പോൾ കുറച്ച് ലെങ്തി വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ വേർഡ് പ്രോസസ്സർ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന ഒരു വേർഡ് പ്രോസസ്സറാണ്. വേർഡ് പ്രോസസ്സർ എന്ന് പറയുമ്പോൾ ഇതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. അതായത് ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സ് പ്രിൻ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ഒരു പ്രോഗ്രാമാണ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് വേർഡ് പ്രോസസ്സർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ടൈപ്പ് റൈറ്ററിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, അതിന് പകരം കമ്പ്യൂട്ടറിൽ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വേർഡ് പ്രോസസ്സറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഈ ചേഞ്ചസ് ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ സ്പെല്ലിങ് കറക്റ്റ് ചെയ്യാം, ആഡിങ്, ഡിലീറ്റിങ്, ഫോർമാറ്റിങ്, റീലൊക്കേറ്റിംഗ് ടെക്സ്റ്റ്, ഇതൊക്കെ ഈ വേർഡ് പ്രോസസ്സർ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. ഓക്കെ, വൺസ് ക്രിയേറ്റഡ് ദ ഡോക്യുമെൻറ്റ് ക്യാൻ ബി പ്രിൻറ്റഡ് ക്വിക്ക്ലി ആൻഡ് ആക്യുറേറ്റ്ലി സേവ്ഡ് ഫോർ ലേറ്റർ മോഡിഫിക്കേഷൻസ്. അതായത് ഒരു പ്രാവശ്യം നമ്മൾ ആ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വിക്കായിട്ട് പ്രിൻ്റ് എടുക്കാം, പിന്നെ നമുക്ക് അത് സേവ് ചെയ്ത് വെക്കാം പിന്നീട് വരുന്ന ആവശ്യങ്ങൾക്ക്, അല്ലെങ്കിൽ ലേറ്റർ മോഡിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഒരു MS വേർഡ് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. ബിഫോർ യു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് മൈക്രോസോഫ്റ്റ് വേർഡ്, കോമൺലി റെഫേർഡ് ടു ആസ് MS വേർഡ്, യു വിൽ നീഡ് ടു ലൊക്കേറ്റ് ആൻഡ് ഓപ്പൺ ഇറ്റ് ഓൺ കമ്പ്യൂട്ടർ. ഓക്കെ, അത് നമുക്ക് സത്യം പറഞ്ഞാൽ പിന്നെ ഒരു കമ്പ്യൂട്ടർ ഓണാക്കി കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് തന്നെ മിക്കവാറും എല്ലാവരുടെയും കമ്പ്യൂട്ടറിൽ മൈക്രോസോഫ്റ്റ് വേർഡ് ഉണ്ടാവും. അപ്പോൾ ഈ ഡെസ്ക്ടോപ്പിൽ ഈ ഒരു ഐക്കൺ കണ്ടു കഴിഞ്ഞാൽ അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, MS വേർഡ് ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ സ്റ്റാർട്ട് മെനുവിൽ MS വേർഡ് ഐക്കൺ അവിടെ കാണുന്നില്ലെങ്കിൽ സ്റ്റാർട്ടിൽ പ്രോഗ്രാംസിൽ മൈക്രോസോഫ്റ്റ് വേർഡ്. ഓക്കെ, അപ്പോൾ ഇത് മൈക്രോസോഫ്റ്റ് ഓഫീസിലെ ഒരു പ്രോഗ്രാമാണ്. ഇതെന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ടിലെ ഒരു പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനാണ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോൾഡറിൽ ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ അതിൽ പ്രോഗ്രാംസിൽ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന ഒരു ഇത്. ഓക്കെ, അതായത് സ്റ്റാർട്ട് പ്രോഗ്രാംസിൽ മൈക്രോസോഫ്റ്റ് വേർഡ്, അത് ചിലപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസിലായിരിക്കും ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ MS വേർഡ് ഒരു ബ്ലാങ്ക് പേജ്, ഡോക്യുമെൻറ്റ് 1 എന്ന് പറയുന്ന ബ്ലാങ്ക് പേജ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഡോക്യുമെൻറ്റ് 1 എന്നുള്ളത് നോക്കി വെക്കുക. അതായത് ഡിഫോൾട്ടായിട്ട് ഒരു വേർഡിൽ ബ്ലാങ്ക് പേജ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാറുണ്ട്. ഡോക്യുമെൻറ്റ് 1 ആണ്. ഓക്കെ, പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ എഴുതിയിട്ടുള്ളതിൽ ഡോക്യുമെൻ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു സ്പേസ് ഇട്ടിട്ടാണ് 1 കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഗ്യാപ്പൊന്നുമില്ല. ഇവിടെ ഈ പിക്ചറിൽ നോക്കാം, ഡോക്യുമെൻറ്റ് 1 എന്ന് എഴുതിയിട്ടുള്ളത് പിക്ചറിൽ നോക്കാം, ഇതുപോലെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് പല രീതിയിൽ എഴുതിയിട്ട് തരും. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് പഠിച്ചു വെക്കുക. ഡോക്യുമെൻറ്റ് 1 എന്ന് പറയുമ്പോൾ അവിടെ സ്പേസ് ഇല്ല. അപ്പോൾ ഈ ഇതിൽ ടൈറ്റിൽ കേസ് ടൈറ്റിൽ ബാറിൽ നമുക്ക് ഏത് ഡോക്യുമെൻ്റാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഏത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണെന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ടൈറ്റിൽ ബാറിൽ 2 ഫീച്ചേഴ്സാണ് കാണാൻ പറ്റുക. വിച്ച് ഫയൽ യു ആർ കറൻ്റ്ലി വർക്കിംഗ് ഓൺ, അതായത് ഡോക്യുമെൻ്റ് 1 ആണെങ്കിൽ അതാണ് വരുന്നത്. ആൻഡ് വിച്ച് പ്രോഗ്രാം യു ആർ യൂസിങ്, അപ്പോൾ ഇവിടെ മൈക്രോസോഫ്റ്റ് വേർഡ് ആണ്, അതുകൊണ്ട് തന്നെ വേർഡ് കാണിക്കും. പിന്നെ ഇവിടെ ബ്ലിങ്കിങ് കേഴ്സർ കാണാം, അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടൈറ്റിൽ ബാർ ഇതവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് എ ക്ലോസപ്പ് വ്യൂ ഓഫ് ദ ടൈറ്റിൽ ബാർ where file information is located. Notice 3 buttons on the right side controlling program features. അതായത് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് 3 ബട്ടൺസ് ഉണ്ട്, മിനിമൈസ്, മാക്സിമൈസ്, ക്ലോസ്. ഓക്കെ, ഇനി റിബൺ മെനു സിസ്റ്റം അത് നോക്കാം. The tabbed ribbon menu system is how you navigate through Word and access various Word commands. അതായത് നമുക്കിവിടെ ഈ ഒരു റിബൺ മെനു സിസ്റ്റത്തിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, വേർഡിലെ ഓരോ കമാൻഡ്സും ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ,
അപ്പോൾ ഇതിൽ വേർഡിൽ അതായത് ഈ ഒരു റിബൺ മെനു സിസ്റ്റം എന്ന് പറയുന്നത് ഈ ട്രഡീഷണൽ മെനൂസിനെ റീപ്ലേസ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. പിന്നെ ഈ എബവ് ദ റിബൺ ഇൻ ദ അപ്പർ ലെഫ്റ്റ് കോർണറിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ ഉണ്ട്. ഫ്രം ഹിയർ യു ക്യാൻ ആക്സസ് ഇമ്പോർട്ടൻറ്റ് ഓപ്ഷൻസ് സച്ച് as സേവ്, ന്യൂ, സേവ് ആസ്, പ്രിൻറ്റ്. By default, the quick access toolbar is pinned next to the Microsoft Office button and includes commands such as undo, redo. ഓക്കെ, അതായത് ഇവിടെ ഈ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചറാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ റിബൺ മെനുവിൻ്റെ അപ്പർ ലെഫ്റ്റ് കോർണറിലാണ് എന്ത് ചെയ്യുന്നത്, മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ ചെയ്യുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഉണ്ട്. ഓക്കെ, റിബണിനെ എങ്ങനെയാണ് തിരിച്ചിട്ടുള്ളത്, റിബണിനെ ടാബായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 7 ടാബ്സ് ഡിഫോൾട്ടായിട്ട് വരുന്നത്. പിന്നെ MS വേർഡിൽ 7 ടാബ്സ് ആണ് വരുന്നത്. ഓരോ ടാബിലും ഗ്രൂപ്പായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിലും കമാൻഡ് ഉണ്ട്. അങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇവിടെ പേജ് വ്യൂസ് ഉണ്ട്, സൂം ടൂൾ ഉണ്ട്, പിന്നെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ, റിബൺ മെനു. ഇനി മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ എന്താണെന്ന് നോക്കാം. The Microsoft Office button appears at the top of the word window. When you click the button, a menu appears. From this menu, you can create a new document, open existing files, save files in a variety of ways, and print. You can also add security features and send, publish, and close files. Okay, അപ്പോൾ ഇതിലുള്ള ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ന്യൂ, ഓപ്പൺ, സേവ് ആസ്, പ്രിന്റ്, പ്രിപ്പയർ, സെൻഡ്, പബ്ലിഷ്, ക്ലോസ്. Home tab toolbar. Toolbar provides shortcuts to commands, also found in menu bar. Toolbars are usually located just below the menu bar and exist to offer another way to perform same task. The commonly used commands in MS Word are also most accessible. Some of these commands are paste, cut, copy, font. Okay. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഫോണ്ട് സ്റ്റൈല്, ഫോണ്ട് സൈസ്, ഫോണ്ട് കളർ, ടെക്സ്റ്റ് അലൈൻമെൻറ്റ്. ദ ഹോം ടാബ് ടൂൾ ബാർ ഓഫേഴ്സ് ഓപ്ഷൻസ് ദാറ്റ് ക്യാൻ ചേഞ്ച് ഫോണ്ട് സൈസ്, ഫോണ്ട് സൈസ്, കളർ, അലൈൻമെൻറ്റ്, ഓർഗനൈസേഷൻ ആൻഡ് സ്റ്റൈൽ ഓഫ് ദ ടെക്സ്റ്റ് ഇൻ ദ ഡോക്യുമെൻറ്റ്. ഫോർ എക്സാമ്പിൾ, സ്റ്റാർട്ടിംഗ് ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ടൂൾ ബാർ, ദ കാലിബ്രി ഇൻഡിക്കേറ്റ്സ് ഫോണ്ട് of your text, 11 indicates size of your text, and so on. അതായത് ഈ ഹോം ടാബിൽ മെയിനായിട്ട് വരുന്നത് നമുക്ക് ആ ഒരു ഇതിൻ്റെ അല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് സൈസ്, കളറ്, അലൈൻമെൻറ്റ്, ഓർഗനൈസേഷൻ, സ്റ്റൈൽ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. ഓക്കെ, റൂളർ ഈസ് ഫൗണ്ട് ബിലോ ദ റിബണിൻ്റെ താഴെയായിട്ട് കാണുന്നതാണ് റൂളർ ടെൽസ് യുവർ യു ആർ ഓൺ പേജ്. അതായത് നമ്മൾ ആ പേജിൽ എവിടെയാണെന്നുള്ളത് റൂളറെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അലോങ് വിത്ത് ദ ഡയമെൻഷൻ ഓഫ് ദ ഓവറോൾ ഡോക്യുമെൻറ്റ്. ജസ്റ്റ് ലൈക്ക് റിയൽ വേൾഡ് പീസ് ഓഫ് പേപ്പർ, ദ ഡിഫോൾട്ട് സെറ്റിംഗ് ഈസ് 8.5 by 11 inches. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൽ വരുന്ന അലൈൻമെൻറ്റ് 8.5 by 11 inches ആണ്. മാർജിൻസ് ഹാവ് ഇൻകോർപ്പറേറ്റഡ് ഫോർ യു. Similar to most options in MS Word, this is entirely customizable and user can create document of any dimension. അതായത് ഈ റൂളർ ഉപയോഗിച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനും പറ്റും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി കീബോർഡ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇൻ ഓർഡർ ടു യൂസ് MS Word effectively, you must input commands using both the mouse and keyboard. The above image of the keyboard may be closely resemblable. Okay, the keyboard in front of you, learning just a few certain. Okay, അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് എന്ന് പറയുന്നത് ബാക്ക് സ്പേസ് കീ. ദിസ് കീ ഡിലീറ്റ്സ് ബാക്ക്വേർഡ്സ് ആസ് യു ടൈപ്പ്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ബാക്ക്വേർഡ്സിലേക്ക് ഡിലീറ്റ് ചെയ്യുന്ന കീ ആണ് ബാക്ക് സ്പേസ്. ഡിലീറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തത്. അത് ദിസ് കീ ഡിലീറ്റ്സ് ഫോർവേഡ്സ് ആസ് യു ടൈപ്പ്. അതായത് ബാക്ക് സ്പേസ് കീയും ഡിലീറ്റ് കീയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്ക് സ്പേസ് കീ ബാക്ക്വേർഡിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിലീറ്റ് കീ ഫോർവേഡിലേക്ക്, അത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഫോർവേഡിലേക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിലീറ്റ് കീ ഉപയോഗിക്കുന്നത്. ഷിഫ്റ്റ്, ദിസ് കീ
ഷിഫ്റ്റ് കീ എന്ന് പറയുന്നത് മൂന്നാമത്തതാണ്. പിന്നെ ദിസ് കീ വെൻ പ്രസ്ഡ് വിത്ത് അനദർ കീ വിൽ പെർഫോം എ സെക്കൻഡറി ഫങ്ഷൻ. സ്പേസ് ബാർ, ദിസ് കീ എൻറ്റേഴ്സ് എ സ്പേസ് ബിറ്റ്വീൻ വേർഡ്സ് ആസ് യു ടൈപ്പ്. ടാബ്, അഞ്ചാമത്തത് ടാബാണ്. ദിസ് കീ വിൽ ഫോഴ്സ് ദ കഴ്സർ ടു ഇൻഡന്റ് ഓർ ജംപ് ഫോർവേഡ്സ് 10 സ്പേസസ്. അതായത് 10 സ്പേസ് മുന്നിലേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാബ് ഉപയോഗിക്കുന്നത്. പിന്നെ ക്യാപ്സ് ലോക്ക് ഉപയോഗിക്കുന്നത് ദിസ് കീ വിൽ പ്രസൻറ്റ് ദ ക്യാപിറ്റലൈസ്ഡ് വേർഷൻ ഓഫ് ഈച്ച് ലെറ്റർ കീ. അതായത് എല്ലാ ലെറ്റർ കീൻ്റെയും ക്യാപിറ്റലൈസ്ഡ് വേർഷൻ പ്രസൻറ്റ് ചെയ്യുന്നതാണ് ക്യാപ്സ് ലോക്ക്. കൺട്രോള് എന്ന് പറയുന്നത് ഏഴാമത്തെയാണ്. കൺട്രോൾ കീ, ദിസ് കീ വെൻ പ്രസ്ഡ് വിത്ത് അനദർ കീ പെർഫോംസ് എ ഷോർട്ട് കട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇനി എൻ്റർ എന്ന് പറയുന്നത് എട്ടാമത്തതാണ്. എൻ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് കീ എക്സിക്യൂട്ട്സ് എ കമാൻഡ് പ്രസ്ഡ് ഇൻ MS വേർഡ് ബിഗിൻസ് എ ന്യൂ ലൈൻ. പുതിയ ലൈൻ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് എൻ്റർ കീ വരുന്നത്. നമ്പർ കീപാഡ്, ദിസ് ഇസ് എ റിഡൻഡൻറ്റ് കീപാഡ് എക്സിസ്റ്റിംഗ് ഓൺലി ഫോർ യൂസർ പ്രിഫറൻസ്. അതായത് യൂസർക്ക് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള നമ്പർ കീപാഡാണ്. അതായത് ഒരു കാൽക്കുലേറ്ററിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ ഉപയോഗിക്കാവുന്ന ഒരു കീപാഡാണ് നമ്പർ കീപാഡ്. Arrow keys, like the mouse, these keys are used to navigate through the document. അതായത് നമുക്ക് മൗസ് ഉപയോഗിച്ചിട്ട് മൂവ് ചെയ്യുന്നത് പോലെ തന്നെ എന്ത് ചെയ്യാം, ഈ ആരോ കീസ് ഉപയോഗിച്ചിട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ടൈപ്പിംഗ് ടെസ്റ്റ് നമുക്ക് എങ്ങനെ ടൈപ്പ് ചെയ്യാം. ടു എൻ്റർ ടെക്സ്റ്റ് ടൈപ്പ് ജസ്റ്റ് ആസ് യു വുഡ് ഇഫ് യു വർ യൂസിങ് എ ടൈപ്പ് റൈറ്റർ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ടു ക്യാപിറ്റലൈസ് എ ലെറ്റർ ഹോൾഡ് ഡൗൺ ദ ഷിഫ്റ്റ് കീ വൈൽ ടൈപ്പിംഗ് ദ ലെറ്റർ. അതായത് നമുക്ക് ഒറ്റൊരു ലെറ്ററാണ് ക്യാപിറ്റൽ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ കീ പ്രസ് ചെയ്യുന്നതിന് മുന്നേ ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് വരും, ആ ഒരു ലെറ്റർ മാത്രം എന്തായിട്ട് വരും, ക്യാപിറ്റലായിട്ട് വരും. ഓർ പ്രസ് ദ ക്യാപ്സ് ലോക്ക് കീ on the left hand side of your keyboard. You will have to press caps lock key again once you are done capitalizing to remove the lock. അതായത് നമുക്ക് ആ ക്യാപ്സ് ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ആ ക്യാപിറ്റൽ ഒഴിവാക്കാൻ ക്യാപ്സ് ലോക്ക് തന്നെ ഒന്നുകൂടി എൻ്റർ ചെയ്യേണ്ടി വരും. ഓക്കെ. If you do not press the enter to start a new line, Microsoft Word will automatically wrap your sentence at the end of the line. അതായത് നമ്മൾ ഈ എൻ്റർ കീ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ വേർഡ് ഓട്ടോമാറ്റിക്കലി ആ എൻഡ് ഓഫ് ദ ലൈനിലേക്ക് റാപ്പ് ചെയ്യും. To move cursor from its position at the end of your sentence anywhere else on the page, use the mouse or arrow key to move cursor where you want to letters or spaces to be. Left click the mouse to place the cursor. അതായത് നമുക്ക് എവിടെ വേണമെങ്കിലും ഈ കേഴ്സർ കൊണ്ടുവെക്കാം. നമുക്ക് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ജസ്റ്റ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യാം. And then type what you want to add. The text will adjust to include it. Press enter to start a new paragraph. It is sometimes called carriage return. Okay, എൻ്ററിനെ പറയുന്ന മറ്റൊരു പേരാണ് carriage return എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ഇതിൽ ടൈപ്പ് റൈറ്ററിൽ ഉപയോഗിക്കുമ്പോൾ അവിടെ എൻ്റർ എന്ന് പറയുന്നത് ഇല്ല. അപ്പോൾ ക്യാരേജ് റിട്ടേൺ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ എൻ്റർ എന്ന് പറയുമ്പോൾ അത് അടുത്ത പാരഗ്രാഫ് തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടുത്ത ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് എൻ്റർ കൊടുക്കുന്നത്. അതിന് ക്യാരേജ് റിട്ടേൺ എന്നും പറയുന്നുണ്ട്. ഓക്കെ. ഇനി ഡിലീറ്റിംഗ് ടെക്സ്റ്റ്. While typing a document, sometimes you will make mistake. Unlike typewriter, MS Word can delete text on the screen and leave no trace. അതായത് നമുക്ക് ടൈപ്പ് റൈറ്ററിലാകുമ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. There are two different buttons on the keyboard that will allow you to erase text. രണ്ട് കീസ് ആണുള്ളത്, ഡിലീറ്റ് കീയും ബാക്ക് സ്പേസ് കീയും. ഓക്കെ. The backspace key deletes word to the left of the cursor. കേഴ്സറിൻ്റെ ലെഫ്റ്റിലേക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് സ്പേസും പിന്നെ ഡിലീറ്റ് കീ ഡിലീറ്റ്സ് വേർഡ്സ് ടു റൈറ്റ് ഓഫ് ദ കേഴ്സർ. കേഴ്സറിൻ്റെ റൈറ്റിലേക്ക് ഡിലീറ്റ് ചെയ്യാൻ ഡിലീറ്റുമാണ് ഉപയോഗിക്കുക. ഓക്കെ.
അപ്പോൾ ഇതിൽ ഈ സെൻറ്റൻസ് 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ബാക്ക് സ്പേസ് കീ ആണെങ്കിൽ ഈ സൈഡിലേക്കും പിന്നെ ഡിലീറ്റ് കീ ആണെങ്കിൽ ആ സൈഡിലേക്കുമാണ് വരുന്നത്. ഓക്കെ, ഇതവിടെ ലെറ്റസ് അസ്യൂം ദാറ്റ് ദ വെർട്ടിക്കൽ ലൈൻ dissecting the word creative in the example above is your cursor. പ്രസ്സിംഗ് ബാക്ക് സ്പേസ് കീ വിൽ ഇറേസ്. അപ്പോൾ അതായത് ഈ ക്രിയേറ്റീവ് എന്നുള്ളതിനെ അവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്ക് സ്പേസ് കീ ഇറേസ് ചെയ്യുന്നത് AERC എന്നുള്ള രീതിയിലാണ് മൂവിങ് ലെഫ്റ്റ്. ഇനി ഡിലീറ്റ് കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ TIVE എന്നുള്ള ആ ഒരു ഓർഡറിലാണ് റൈറ്റിലേക്കാണ് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, to delete a whole chunk of text at once, left click with your mouse and drag to highlight the selection of text. അതായത് ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു ലെറ്ററോ അല്ല വേണ്ടത്, കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിലേക്ക് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് ഒരു സെലക്ഷൻ ചെയ്യുക. എന്നിട്ട് ബാക്ക് സ്പേസോ അല്ലെങ്കിൽ ഡിലീറ്റോ ഇതാക്കി കഴിഞ്ഞാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹൈലൈറ്റഡ് പോർഷൻ അവിടെ ഡിസപ്പിയർ ആവും. അടുത്തത് അൺഡൂയിങ് ആൻഡ് റീഡൂയിങ്. ദ അൺഡു ആൻഡ് റീഡു ഫീച്ചേഴ്സ് ഓഫ് MS Word Windows application are great tools to rely on, especially in MS Word. The program will keep a list of at least 25 commands that you have performed, and it allows for taking one step backwards and in order to erase what you have just done. ഓക്കെ, അതായത് 25 ലെവൽസ് വരെ ബാക്ക് ചെയ്യാൻ പറ്റും ഈ അൺഡു ആൻഡ് റീഡുവിൽ. അപ്പോൾ ഈ ക്ലിക്ക് ദ അൺഡു ബട്ടൺ ഇൻ ദ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ടു ഗോ ബാക്ക് വൺ സ്റ്റെപ്പ്. ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അൺഡു ചെയ്യാം. റീഡു എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് നമ്മൾ എന്താണ് ചെയ്തത് അത് ഒന്നുകൂടി പെർഫോം ചെയ്യാം. റീഡു ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീഡു ബട്ടൺ വരുന്നത്. നമുക്ക് 25 ലെവൽസ് വരെ ചെയ്യാൻ പറ്റും. ഫോർമാറ്റിംഗ് ടെക്സ്റ്റ്, ചേഞ്ചിങ് ദ ലുക്ക് ഓഫ് വാട്ട് യു ഹാവ് റിട്ടൺ ഈസ് കോൾഡ് ഫോർമാറ്റിംഗ്. അതായത് നമ്മൾ എഴുതിയിട്ടുള്ള ടെക്സ്റ്റിനെ നമുക്ക് എങ്ങനെ ലുക്ക് മാറ്റാം എന്നുള്ളതാണ് ഈ ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ടെക്സ്റ്റ് സൈസ്, കളറ്, പിന്നെ സൈസ്, സ്റ്റൈല് ഇതൊക്കെ മാറ്റുന്നതിനാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ A എന്നുള്ളതിനെ മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എന്ത് പറയുന്നത്, ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, the alignment of the text can be altered using the button with the horizontal lines on them. You can align the text left, center, right. അതായത് നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റും ടെക്സ്റ്റിനെ ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ് in order to apply certain stylistic or other changes to text. You must first highlight the text. അതായത് നമുക്ക് ഈ വേർഡിൽ ഏത് ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യാനും ആ ടെക്സ്റ്റ് ആദ്യം ഹൈലൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുന്നതാണെങ്കിൽ അത് വരുള്ളൂ. This is a common procedure in Microsoft Word application, and because it is so useful, it is a skill worth practicing. You can also change the font color by clicking on the appropriate buttons in the formatting toolbar. Experiment and reminder. Okay. Spelling and grammar checker. One benefit of using computerized word processor is its ability to recognize, change and give advice to about your writing. അതായത് നമ്മൾ റൈറ്റിങ്ങിനെ കുറിച്ച് റെക്കഗ്നൈസ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും അഡ്വൈസ് കിട്ടാനൊക്കെ പറ്റുന്ന ഒരു സ്പെഷ്യൽ ടൂളാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് വേർഡ് പ്രോസസ്സർ എന്ന് പറയുന്നത്. MS Word has utilities that can check your spelling and grammar against master database and can offer advice on a variety of different grammatical styles. Okay, അപ്പോൾ ഇത് ഈ MS Wordൽ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഡാറ്റ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഡാറ്റ ചെക്ക് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് ഗ്രാമാറ്റിക്കൽ സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, വേർഡ് ഓട്ടോമാറ്റിക്കലി നമ്മൾ പിന്നെ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് റെഡ് ലൈനിലായിട്ട് എന്ത് ചെയ്യും, റെഡ് ബേബി അണ്ടർലൈനായിട്ട് കാണിക്കുന്നതാണ്. ഓക്കെ, assuming that they are not spelled right, and green if it does not recognize the grammar തെറ്റാണെങ്കിൽ അവിടെ ഗ്രീൻ ലൈനാണ്. assuming that the sentence does not make logical sense. Okay,
You can also choose to add words to MS Word database. അതായത് നമുക്കിപ്പോൾ പുതിയ വേർഡ്സ് അല്ലെങ്കിൽ ഒരാളുടെ പേരാണ് ടൈപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് റെഡ് അണ്ടർലൈനിലായിട്ട് കാണിക്കും. അത് നമുക്ക് വേണമെങ്കിൽ MS വേർഡിൻ്റെ ഡാറ്റാബേസിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ആ ഒരു എറർ കാണിക്കില്ല പിന്നെ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ദിസ് ഇസ് എസ്പെഷ്യലി യൂസ്ഫുൾ ഫോർ നെയിംസ് ഓഫ് പീപ്പിൾ. അത് ഞാൻ പറഞ്ഞത്. ആസ് MS Word will interpret these as misspellings. Spelling and grammar tools can be found on the Review tab. Review ടാബിലാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ടാബ് കാണപ്പെടുന്നത്. ഇനി കോപ്പിങ്, കട്ടിങ് ആൻഡ് പേസ്റ്റിംഗ് ടെക്സ്റ്റ്. MS Word, in MS Word you can cut or copy text from one area of the document and save that text to be pasted elsewhere. These commands are found on Home tab. Home tabിലാണ് വരുന്നത്. When you cut the text, you actually delete it from where you took it, as opposed to copying it, which makes a copy of your selection. അതായത് കട്ടും കോപ്പിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി അതുള്ള സ്ഥലത്തു നിന്നും അത് ഡിലീറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഇനി കോപ്പി ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു കോപ്പി, ജസ്റ്റ് ആ കോപ്പി മാത്രമേ എടുക്കുന്നുള്ളൂ. അവിടുന്ന് ആ ഒരു ടെക്സ്റ്റ് മൊത്തത്തിൽ റിമൂവ് ആവുന്നില്ല. വെൻ യു കട്ട് ഓർ കോപ്പി ടെക്സ്റ്റ്, ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ക്ലിപ്ബോർഡ്. ക്ലിപ്ബോർഡിലാണ് നമ്മൾ കട്ട് ചെയ്തതും കോപ്പി ചെയ്തതുമായിട്ടുള്ള ഐറ്റംസ് സ്റ്റോർ ചെയ്യുന്നത്. The clipboard is a tool in MS Word that stores cuts and copies of your work to be pasted in other places in documents. Once your selection is on the clipboard, you can paste it as many as you want. Okay. Cutting a selection will also make a copy of it, just in case you want to paste elsewhere. To cut a selection, first highlight. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നോ അതിനൊക്കെ ഹൈലൈറ്റ് ചെയ്യണം. ഹൈലൈറ്റ് ചെയ്തിട്ട് ഹോം ടാബിലെ കട്ട് ഐക്കൺ കൊടുക്കാം, അല്ലെങ്കിൽ Ctrl+X പ്രസ് ചെയ്യാം. The highlighted text will disappear ആവും as you have just cut it out, but a copy is now on your clipboard. ക്ലിപ്ബോർഡിൽ നമുക്ക് ആ കോപ്പി അവൈലബിൾ ആണ്. നമുക്ക് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും. ടു പേസ്റ്റ് ദിസ് കട്ട് സെലക്ഷൻ, പ്ലേസ് യുവർ കഴ്സർ വേർ യു വാണ്ട് ദ സെലക്ഷൻ to go. Click on the paste icon from the home tab toolbar. It will pop the text into place right where you have your cursor. Okay. To copy, simply follow these same steps. അതായത് കോപ്പി ചെയ്യാൻ നമ്മൾ കട്ട് ചെയ്യുന്ന അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് വരുന്നത്. ഓക്കെ, ദ കോപ്പി കമാൻഡ് വിൽ നോട്ട് ഓൾട്ടർ യുവർ ഒറിജിനൽ സെലക്ഷൻ അറ്റ് ഓൾ. അതായത് നമ്മൾ ആ ഒറിജിനൽ സെലക്ഷൻ ഒന്നും സംഭവിക്കില്ല. അതൊരു സിമ്പിൾ ഒരു കോപ്പി എടുത്തിട്ട് ഒരു ഇതിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല, ഡിലീറ്റിങ്ങും വരുന്നില്ല. ഓക്കെ. Inserting clip art images. Clip art is a collection of cartoon and computer generated images that cover a broad array of commonly needed icons and pictures. These include business, holiday, nature, and entertainment, academic and other themes, along with standard bullets and symbols. അതായത് ക്ലിപ്പ് ആർട്ട് എന്ന് പറയുമ്പോൾ ക്ലിപ്പ് ആർട്ട് ഇമേജസ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം. ക്ലിപ്പ് ആർട്ട് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് കാർട്ടൂൺ ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഇമേജസ് ആണ്. ഓരോ തീമിന് വരുന്നത്. ഓക്കെ. To insert clip art picture into a Microsoft Word document, you will first need to place your cursor. Left click where you wish to insert the picture in your document. അതായത് നമ്മൾ ആ ഡോക്യുമെൻറ്റിൽ എവിടെയാണോ പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻസേർട്ട് ടാബിൽ ക്ലിപ്പ് ആർട്ട് സെലക്ട് ചെയ്തിട്ട് അപ്പോൾ അവിടെ നമുക്കൊരു ക്ലിപ്പ് ആർട്ട് വിൻഡോ വരും. അതിൽ നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഏത് പിക്ചറാണോ വേണ്ടത് അത് പിക്ചർ എടുത്തിട്ട് ഇൻസേർട്ട് ചെയ്യാം. നാവിഗേറ്റ് ദ വിൻഡോ ആൻഡ് മേക്ക് സെലക്ഷൻ. ഇറ്റ് വിൽ അപ്പിയർ ഇൻ യുവർ ഡോക്യുമെൻറ്റ് വേർ ദ കഴ്സർ ഈസ്. To resize, grab one of the corners of the image by left clicking and holding, drag it to sides and fine tune the placement. അതായത് നമ്മൾ ക്ലിപ്പ് ആർട്ട് ഇതിലേക്ക് ഡോക്യുമെൻറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സൈസ് മാറ്റാൻ പറ്റും. അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ ഇതിൽ കുറച്ച് ഇതുപോലെ കാണിക്കും, ഡോട്ട് പോലെ കാണിക്കും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീസൈസ് ചെയ്യാൻ പറ്റും. യു ക്യാൻ മൂവ് ദ ഇമേജ് ടു അനദർ പ്ലേസ് ഇൻ ദ ഡോക്യുമെൻറ്റ്. ലെഫ്റ്റ് ക്ലിക്കിംഗ് ആൻഡ് ഹോൾഡിംഗ് on the center of it, drag it to desired location. More options such as aligning the image with the text or special effects like wrapping text around the
ഓർ ത്രൂ ദ ഇമേജ്. അതായത് നമുക്ക് റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഫീച്ചറുണ്ട്. അതായത് ആ പിക്ചറിനെ ഒന്നും ബാധിക്കാതെ ടെക്സ്റ്റിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് പിക്ചറിന് ചുറ്റും വരുന്ന രീതിയിൽ ടെക്സ്റ്റിനെ അറേഞ്ച് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് റാപ്പ് ടെക്സ്റ്റ്. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇമേജസ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല വരുന്നത്. അതായത് നമ്മൾ ആ ക്ലിപ്പാർട്ടിൽ കാണുന്നത് പോലെ അത്ര സൈസിലായിരിക്കില്ല വരുന്നത്. അത് ഡോക്യുമെൻറ്റിലേക്ക് വരുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട രീതിയിലാക്കാം. അതായത് സൈസൊക്കെയാണ് പ്രത്യേകിച്ചും പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഇമേജിൽ കണ്ടില്ലേ, ഇവിടെ ഈ ലെഫ്റ്റ് സൈഡായിട്ട് ഒരു ആരോ മാർക്ക് പോലെ, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സൈസ് മാറ്റാം. ഓക്കെ. To resize your image, grab one of the corners of the image by left clicking and holding drag it to your desired size and fine tune the placement. The cursor will change from a typing icon to a double arrow. ഒരു ഡബിൾ ആരോ ആയിട്ട് അവിടെ ഐക്കൺ മാറുന്ന കണ്ടില്ലേ, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റീസൈസ് ചെയ്യാം. ഡ്രാഗ് ദ കോർണർ ടുവാർഡ് അപ്പർ ലെഫ്റ്റ് കോർണർ ഓഫ് ദ സ്ക്രീൻ ആൻഡ് ഇമേജ് വിൽ ഗ്രോ. അതായത് മുകളിലോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് വലുതാവും, താഴേക്ക് ബോട്ടം റൈറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ചുരുങ്ങും. ഓക്കെ. യു ക്യാൻ മൂവ് ഇമേജ് ടു അനദർ പ്ലേസ് ഇൻ ദ ഡോക്യുമെൻറ്റ് ബൈ ലെഫ്റ്റ് ക്ലിക്കിംഗ് ആൻഡ് ഹോൾഡിംഗ് ഓൺ ദ സെൻറ്റർ ഓഫ് ഇറ്റ്. അതായത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ പ്രസ് ചെയ്ത് നമുക്ക് ഡ്രാഗ് ചെയ്ത് ഡിസൈഡ് ലൊക്കേഷനിൽ കൊണ്ടുവെക്കാൻ പറ്റും. ഓക്കെ. റാപ്പിംഗ് ടെക്സ്റ്റ് അവൈലബിൾ ആണ്. പിന്നെ യു ക്യാൻ ഓൾസോ ഇൻസേർട്ട് എ ഫോട്ടോഗ്രാഫ് ഓർ അതർ മൾട്ടിമീഡിയ ഫ്രം യുവർ ഫയൽസ് യൂസിങ് ദിസ് സെയിം പ്രോസസ്സ്. ഇൻസേർട്ട് ടാബിലാണ് ഇതിനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. പിക്ചറിൽ പോയി കഴിഞ്ഞാൽ പിക്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ആ ഒരു ഇതിലുള്ള ഓൾറെഡി കമ്പ്യൂട്ടറിലുള്ള അല്ലെങ്കിൽ സിസ്റ്റത്തിലുള്ള പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ചേഞ്ചിങ് വ്യൂസ് ആൻഡ് ഓവറോൾ ലുക്ക്. അതായത് നമുക്ക് വ്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഓവറോൾ ലുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ദർ വിൽ ബി ടൈംസ് ഇൻ വിച്ച് you create documents that don't fit on standard piece of paper. Its normal dimension 8.5 by 11 inch ആണ്. ഓക്കെ. പേജ് ലേഔട്ട് ടാബ്. From this menu you can alter margins alter ചെയ്യാം. The width, height, orientation, portrait പിന്നെ ലാൻഡ്സ്കേപ്പോ എങ്ങനെ വേണമെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റും. ആസ് വെൽ ആസ് ചൂസ് എ വെറൈറ്റി ഓഫ് ടെംപ്ലേറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേപ്പർ ആൻഡ് ഡോക്യുമെൻറ്റ് സ്റ്റൈൽസ് ദാറ്റ് വിൽ പ്രോഗ്രാം. അതായത് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണുള്ളത്, പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും. അപ്പോൾ ഈ പേജ് ലേഔട്ട് ടാബിൽ എന്തൊക്കെയാണുള്ളത്? തീം, മാർജിൻസ്, ഓറിയൻറ്റേഷൻ, സൈസ്, കോളംസ്, ബ്രേക്സ്, ലൈൻ നമ്പർ, ഹൈഫണേഷൻ, വാട്ടർമാർക്ക്, പേജ് കളർ, പേജ് ബോർഡേഴ്സ്, ഇൻഡൻറ്റ്, സ്പേസിങ്, പിന്നെ എന്തെങ്കിലും ഇമേജസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബ്രിങ് ടു ഫ്രണ്ട്, സെൻഡ് ടു ബാക്ക്, ടെക്സ്റ്റ് റാപ്പിംഗ്, അലൈൻ, ഗ്രൂപ്പ്, റൊട്ടേറ്റ്, പൊസിഷൻ, ഇതൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ. ടു ചേഞ്ച് ഓറിയൻറ്റേഷൻ ഓഫ് യുവർ പേജ്, ക്ലിക്ക് ഓൺ ദ ഓറിയൻറ്റേഷൻ ബട്ടൺ. Click on landscape from the top down box that appears. Your document will should now be on landscape position. If you wish to return to portrait orientation, go through the same steps, clicking on the landscape option instead of portrait. Okay. Your document should now be in landscape position. If you wish to place it back to portrait, അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. Anything you change from the view tab will not change the way your document prints out. So if you want your text to be bigger when you print out, make sure change the size of the ഫ്രണ്ട് ഫോണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ദ സൂം. അതായത് നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ അത് ടെക്സ്റ്റ് വലുതായിട്ടും ഒക്കെ കാണാൻ പറ്റും. പക്ഷെ പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ ആ ചെറിയ സൈസിലാണ് വരുന്നത്. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോണ്ട് സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ പ്രിൻറ്റിൽ എന്ത് വരും, ആ സൈസ് ഇൻക്രീസ് ആയിട്ട് വരും. ഇനി ക്ലോസിങ് മൈക്രോസോഫ്റ്റ് വേർഡ്. സേവിങ് ഡോക്യുമെൻറ്റ്സ്. വെൻ യു ഫിനിഷ് ടൈപ്പിംഗ് ആൻഡ് വോണ്ട് ടു ലീവ് ദ കമ്പ്യൂട്ടർ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സേവ് യുവർ വർക്ക്. അതായത് നമ്മൾ ആ കമ്പ്യൂട്ടറിൽ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ സേവ് ചെയ്യാന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. Even if you are printing a hard copy, to save your work in MS Word, it is essential to know what you are typing to save and where you are trying to save it. മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടണിൽ സേവ് കൊടുക്കുക. അതിനുശേഷം അതിൽ നമുക്ക് ഫയൽ നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റും.
പിന്നെ ആ ഫയൽ നെയിം ബോക്സിൽ കൊടുക്കുക. ഇവിടെ ഫയൽ നെയിം എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെൻറ്റും ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. പിന്നെ എവിടെയാണോ ലൊക്കേഷൻ വേണ്ടത് അവിടേക്ക് യു ക്യാൻ ഓക്കെ ഫയൽ നെയിം ബോക്സിൽ കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് .docx ആയിട്ടാണ് വരുന്നത്. This simply lets your computer know that the file needs opened in Word 2007. Word 2007ലാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ളത് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുക സഫിക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ കൊടുക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ അവിടെ ജസ്റ്റ് പേരൊന്നും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്ത പേജ് ആണെങ്കിൽ അത് ഡോക്യുമെൻറ്റ് 1 എന്നായിട്ട് സേവ് ചെയ്യാം. നമുക്ക് എവിടേക്കാണ് വേണ്ടത് അവിടേക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാനും പറ്റും. ഓക്കെ, സേവ് ആസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതാ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇഫ് യു വോണ്ട് ടു ഓപ്പൺ എ സേവ്ഡ് ഡോക്യുമെൻറ്റ് ഇൻ വേർഡ്, ഒരു മിനിറ്റ്. It is important to note that every following command of save will overwrite the original file. അതായത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തിയ ഫയൽ വേറെ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ വേർഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സേവ് ആസ്. അതായത് നമുക്ക് ആ ഒറിജിനൽ ഡോക്യുമെൻറ്റിന് ഒരു മാറ്റവും വരുത്താതെ വേറെ ഫയൽസ് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് സേവ് ആസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഡിഫറെൻറ്റ് ഫയൽ നെയിം ഡിഫറെൻറ്റ് ലൊക്കേഷനിലേക്കൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ സേവ് ചെയ്ത ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസ് ബട്ടണിൽ ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയൽ ലൊക്കേറ്റ് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി പ്രിൻറ്റിംഗ് ഡോക്യുമെൻറ്റ്. ടു പ്രിൻറ്റ് your MS Word document, click on the Microsoft Office button, click print. A print preview and print options will appear. Click OK. If your document to start printing, as with all commands in MS Word, you can make changes along the way. From the print menu, you can alter how many copies will be made, that in what order pages will be printed, etc. അതായത് നമുക്ക് ആ ഒരു മെനുവിൽ നിന്ന് എത്ര പേജസ് എത്ര കോപ്പീസ് വേണം, അതുപോലെ തന്നെ ഏത് ഓർഡറിലാണ് പേജ് പ്രിൻറ്റ് ചെയ്യേണ്ടത് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആസ് വിത്ത് ഓൾ കമാൻഡ്സ് ഇൻ MS Word, you can make changes along way. Print menu, alter how many copies will be made, in what order pages will be, and much more. ഓക്കെ, അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ പ്രിൻറ്റിങ്ങിൽ അവൈലബിൾ ആണ്. ഇനി ഫൈൻഡിങ് മോർ ഹെൽപ്പിനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അത് ജസ്റ്റ് നോക്കാം. ഇതെവിടെ ഈ ക്വസ്റ്റ്യൻ മാർക്കില്ല. You can get help with MS Word by clicking the question mark located on the top right corner of the window. Tutorials are also available on the internet. Some of them come straight from the Microsoft. Of course, you can also always come and ask questions at the library. ഓക്കെ, നമുക്ക് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, ലൈബ്രറിയിൽ പോയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ക്ലോസിംഗ് ദ പ്രോഗ്രാം, ഏർണിംഗ് ദ ഫൈൻ ഡീറ്റെയിൽസ് ഓഫ് ദ പ്രോഗ്രാം വെഡ്. ക്ലിക്ക് ഓൺ ദ മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ, എക്സിറ്റ് വേർഡ് കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ഈ എക്സ് എന്ന് പറയുന്ന ആ ഒരു മാർക്ക്, അതായത് കമ്പ്യൂട്ടറിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ എക്സ് എന്ന് പറയുന്ന മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ആവും. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞത് വേർഡിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളാണ്. ഇനി കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഓക്കെ, കുറച്ചുകൂടി ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ്. തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട്, അതായത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഓക്കെ, സ്ക്രീൻ ലേഔട്ടാണ് ഇത് പറയുന്നത്. കേഴ്സർ ഇവിടെയുണ്ട്, മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, റിബൺ, സ്ക്രോൾ ബാർ, പിന്നെ വ്യൂ ചോയ്സസ്. ഓക്കെ, ഇനി ഓഫീസ് ബട്ടൺ, മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടണിൽ വരുന്നതാണ്. യു ക്ലിക്ക് on it to see options: new, save, new, open, save as, print, prepare, send, publish and close. Okay, ribbon. The ribbon is the panel above the document. It has 7 tabs. 7 tab ആണ് വരുന്നത്. Home, insert, page layout, references, mailings, review, view. Each tab is divided into groups. These groups are collection of features designed to perform functions. Commonly used features are displayed on the ribbon. To view additional features within each group, click on the arrow button.
at the bottom right of each group. A blue information box will pop up just below where you stop your pointer. അതായത് ഇവിടെ ഡയലോഗ് ബോക്സ് ലോഞ്ചറിനെ കുറിച്ചാണ് പറയുന്നത്. ഓരോ ഗ്രൂപ്പിലും നമുക്ക് ആവശ്യമുള്ള കമാൻഡ്സ് അവൈലബിൾ ആണ്. ഇനി കൂടുതൽ ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഡയലോഗ് ബോക്സ് ലോഞ്ചറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇനി ഹോമിൽ വരുന്ന പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് ക്ലിപ്പ് ബോർഡ്. ഇതാണ് ഗ്രൂപ്പ്സ് ആണ് ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈൽസ് ആൻഡ് എഡിറ്റിംഗ്. ഇൻസേർട്ടിൽ പേജസ്, tables, illustrations, links, header and footer, text and symbols. Page layout, themes, page setup, page background, paragraph arrange. References, table of contents, footnote, citation and bibliography, captions, index and table of authorities. Mailings, create, start mail merge, write and insert field, preview results, finish. Review, proofing, comments, tracking changes, compare, protect. View, document views, show or hide, zoom, window, macros. Okay. അപ്പോൾ ഓരോ ടാബിലുള്ള ഗ്രൂപ്പ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടി പറയാം. ഹോമിൽ ക്ലിപ്പ് ബോർഡ്, ഫോൺസ്, പാരഗ്രാഫ്, സ്റ്റൈൽ, എഡിറ്റിംഗ്. ഇൻസേർട്ടിൽ പേജസ്, ടേബിൾസ്, ഇല്ലുസ്ട്രേഷൻസ്, ലിങ്ക്സ്, ഹെഡർ ആൻഡ് ഫൂട്ടർ, ടെക്സ്റ്റ് ആൻഡ് സിമ്പിൾസ്. പേജ് ലേഔട്ടിൽ തീംസ്, പേജ് സെറ്റപ്പ്, പേജ് ബാക്ക്ഗ്രൗണ്ട്, പാരഗ്രാഫ് അറേഞ്ച്. റെഫറൻസ് ടാബിൽ ടേബിൾ ഓഫ് കണ്ടൻസ്, പിന്നെ ഫുട് നോട്ട്, citation and bibliography, captions, index and table of authorities. മെയിലിങ്സിലാണെങ്കിൽ ക്രിയേറ്റ്, സ്റ്റാർട്ട് മെയിൽ മെർജ്, റൈറ്റ് ആൻഡ് ഇൻസേർട്ട് ഫീൽഡ്സ്, റിവ്യൂ റിസൾട്ട്സ്, ഫിനിഷ്. ഇനി റിവ്യൂ ആണെങ്കിൽ പ്രൂഫിംഗ്, കമൻറ്റ്സ്, ട്രാക്കിംഗ് ചേഞ്ചസ്, കമ്പയർ, പ്രൊട്ടക്റ്റ്. വ്യൂ ആണെങ്കിൽ ഡോക്യുമെൻറ്റ് വ്യൂസ്, ഷോ ഓർ ഹൈഡ്, സൂം, വിൻഡോ, മാക്രോസ്. To remove the toolbar, right click on the blue selection beside the ribbon. Choose minimize the ribbon. To view it again, do as the same. Okay. Quick access toolbar. Quick access toolbar is a customizable toolbar that contains commands that you may want to use frequently. അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട കമാൻഡ്സ് വരുന്നത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലാണ്. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, യു ക്യാൻ ആഡ് ഐറ്റംസ് ഇൻ ടു റൈറ്റ് ക്ലിക്ക് ഓൺ എനി ഐറ്റം ഇൻ ദ ഓഫീസ് ബട്ടൺ ഓർ ദ റിബൺ ആൻഡ് ക്ലിക്ക് ഓൺ ആഡ് ടു ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ആൻഡ് എ ഷോർട്ട്കട്ട് വിൽ ബി ആഡഡ് ടു ദ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. അതായത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് ഏത് കമാൻഡ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, moving in the text, the cursor is short vertical flashing line on your screen. Okay, എല്ലാവർക്കും അറിയാം. അതായത് ഷോർട്ട് ആയിട്ടുള്ള വെർട്ടിക്കൽ ഫ്ലാഷിംഗ് ലൈൻ ആണ് കഴ്സർ എന്ന് പറയുന്നത്. The cursor shows you will start typing in a word document. എവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കുന്നതാണ്. When you are using the tools in Microsoft Office, Microsoft Word, your cursor will change to an arrow. ദിസ് ഈസ് കോൾഡ് പോയിൻ്റർ. അതായത് പോയിൻ്ററായിട്ട് മാറും. കഴ്സർ തന്നെ പോയിൻ്ററായിട്ട് മാറുന്നതാണ്. സ്ക്രോളിംഗ്, യുവർ സ്ക്രോൾ ബാർ ഈസ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് യുവർ സ്ക്രീൻ. സ്ക്രീനിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് സ്ക്രോളർ വരുന്നത്. ക്ലിക്ക് ഓൺ ദ അപ്പ് ഓർ ഡൗൺ ആരോ ടു ഗോ അപ്പ് ആൻഡ് ഡൗൺ ടു ദ പേജ്. കോൾ ഡൗൺ ദ ലെഫ്റ്റ് മൗസ് ബട്ടൺ, സ്ക്രോൾ അപ്പ് ആൻഡ് ഡൗൺ സ്ക്രീൻ മോർ ക്വിക്ക്ലി. അതായത് നമുക്ക് ഹോൾഡ് ചെയ്ത് താഴേക്കും മേലേക്കും വെച്ച് കഴിഞ്ഞാലും സ്ക്രോൾ ആവും. യൂസിങ് കീബോർഡ് ഇൻ MS വേർഡ്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടി പറയാം. ദ ആരോ കീസ് ഓൺ യുവർ കീബോർഡ് മൂവ് യുവർ കഴ്സർ അറൗണ്ട്. ടു മേക്ക് എ ലെറ്റർ capital, hold down the shift and the letter key at the same time. For the signs on your keyboard, hold down the shift and number key at the same time. അതായത് നമുക്ക് സൈൻസ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റും നമ്പർ കീയും. The shift keys are both sides of the keyboard. കീബോർഡിൻ്റെ രണ്ട് സൈഡിലും ഷിഫ്റ്റ് കീസ് ഉണ്ട്. The space bar makes spaces between the words when typing. Tap on the bar. Tap the bar one time to make the space. Use the enter key to move your cursor to finish the line and make a new line. The backspace key deletes everything to the left of the cursor. Delete key will erase everything to the right of the cursor. To make the cursor go to end of the line, press end. To make the cursor go to the start of a line, press home. To make the cursor to go one page up or down, press page up or page down. To make cursor to go top
അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഡോക്യുമെന്റ് പ്രസ് Ctrl+Home, Ctrl+End. In selecting text, put the cursor at the beginning or end of the word you want to select. Put your finger on the left mouse button, hold down the left mouse button, move the mouse across the words. അതായത് നമ്മൾ ആ ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് അതിൻ്റെ മുകളിലൂടെ പോയി കഴിഞ്ഞാൽ അവിടെ സെലക്ട് ആവും. ഓക്കെ. Lift up your finger, the words will be highlighted into. When this is done, you can move words or change the size, color and style of the words on the computer. അതായത് വേർഡിൽ നമുക്ക് എന്ത് കാര്യം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ. Alternatives. To select a word, double click within the word. To select a paragraph, triple click within the paragraph. To select entire document, home അല്ലെങ്കിൽ എഡിറ്റിംഗ് സെലക്ട് ഓൾ കൊടുക്കാം, ഇല്ലെങ്കിൽ Ctrl+A. To deselect, click your mouse on any white part of the page or deselect. അതായത് ഡീസെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറിൽ പേജിലുള്ള വൈറ്റ് കളറിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീസെലക്ട് ആവും. ഓക്കെ. ഇനി ബേസിക് ആയിട്ടുള്ള ആക്ഷൻസ് ഒരു ഡോക്യുമെൻ്റ് വെച്ചിട്ട്. ക്രിയേറ്റ് ന്യൂ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ആർ സെവറൽ വേസ് ടു ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെൻറ്റ്. ഓപ്പൺ എക്സിസ്റ്റിംഗ് ഡോക്യുമെൻറ്റ്സ്, സേവ് ഡോക്യുമെൻറ്റ്സ് ഇൻ വേർഡ്. ഓക്കെ. അപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടണിൽ ന്യൂ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് വെച്ചിട്ട് പുതിയ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഓപ്പണിംഗ് ആൻഡ് എക്സിസ്റ്റിംഗ് ഡോക്യുമെൻറ്റ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ ഓപ്പൺ, ചൂസ് ഫ്രം ദ ലിസ്റ്റ്. സേവിങ് എ ഡോക്യുമെൻറ്റ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ സേവ് അല്ലെങ്കിൽ സേവ് ആസ്, അല്ലെങ്കിൽ Ctrl+S, അല്ലെങ്കിൽ ക്ലിക്ക് ദ ഫയൽ ഐക്കൺ ഓൺ ദ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഓക്കെ. അപ്പോൾ 3 രീതിയിലാണ് നമുക്ക് ഒരു ഡോക്യുമെൻറ്റ് സേവ് ചെയ്യാൻ പറ്റുന്നത്. സേവ് അല്ലെങ്കിൽ സേവ് ആസ് ബട്ടൺ, Ctrl+S, പിന്നെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ വഴി. വർക്കിംഗ് ഓൺ മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ്സ്, സെവറൽ ഡോക്യുമെൻറ്റ്സ് ക്യാൻ ബി ഓപ്പൺ. ഓൾ ഓപ്പൺ ഡോക്യുമെൻറ്റ് വിൽ ബി ലിസ്റ്റഡ് ഇൻ വ്യൂ ടാബ് ഓഫ് ദ റിബൺ. Switch windows, current document has a check mark beside the file name. Select another open document to view on it. ഡോക്യുമെൻറ്റ് വ്യൂസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. പ്രിൻറ്റ് ലേഔട്ട്. ദിസ് ഇസ് എ വ്യൂ ഓഫ് ദ ഡോക്യുമെൻറ്റ് ആസ് ഇറ്റ് വുഡ് അപ്പിയർ വെൻ പ്രിൻറ്റഡ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ടേബിൾസ്, ടെക്സ്റ്റ്, ഗ്രാഫിക്സ് ആൻഡ് ഇമേജസ്. അതായത് നമ്മൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ വരുന്നത് അതാണ് പ്രിൻറ്റ് ലേഔട്ട്. ഫുൾ സ്ക്രീൻ റീഡിംഗ്. ദിസ് ഇസ് എ ഫുൾ ലെങ്ത് വ്യൂ ഓഫ് എ ഡോക്യുമെൻറ്റ്, ഗുഡ് ഫോർ വ്യൂയിങ് 2 pages at a time. അതായത് 2 പേജ് ഒറ്റ ടൈമിൽ കാണിക്കുന്നതാണ് ഫുൾ സ്ക്രീൻ റീഡിംഗ്. വെബ് ലേഔട്ട്. This is a view of the document as it would appear in web browser. വെബ് ബ്രൗസറിൽ വരുന്നത് പോലെ കാണിക്കുന്നതാണ് വെബ് ലേഔട്ട്. ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ആൻ ഔട്ട്ലൈൻ ഫോം ഓഫ് ദ ഡോക്യുമെൻറ്റ് ഇൻ ദ ഫോം ഓഫ് ബുള്ളറ്റ്സ്. ഡ്രാഫ്റ്റ്. ദിസ് വ്യൂ ഡസ് നോട്ട് ഡിസ്പ്ലേ പിക്ചേഴ്സ് ഓർ ലേഔട്ട്, ജസ്റ്റ് ടെക്സ്റ്റ്. ഡ്രാഫ്റ്റിൽ ടെക്സ്റ്റ് മാത്രമേ കാണിക്കുള്ളൂ, പിക്ചേഴ്സോ മറ്റ് ലേഔട്ട്സ് ഒന്നും കാണിക്കില്ല. To view document in different forms, click the document views shortcut at the bottom of the screen or view tab on the ribbon. Click on appropriate view. Close a document, Microsoft Office button, close. Editing document. Okay. ഇതിൽ ക്ലിപ്ബോർഡ് ഇവിടെയാണ്, എഡിറ്റിംഗ് ഇവിടെയാണ് വരുന്നത്. ഇൻസേർട്ടിംഗ് additional text, type text. Put your cursor where you want to add the text and begin typing. Copy and paste. Highlight the text you wish to copy and right click and copy or Ctrl+C ചെയ്യാം. പിന്നെ നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കഴ്സർ പ്ലേസ് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ Ctrl+V. കട്ട് ആൻഡ് പേസ്റ്റ്. ഹൈലൈറ്റ് ദ ടെക്സ്റ്റ് യു വിഷ് ടു കട്ട് ആൻഡ് റൈറ്റ് ക്ലിക്ക് ആൻഡ് കട്ട്, അല്ലെങ്കിൽ Ctrl+X. പിന്നെ പേസ്റ്റ് ചെയ്യാൻ സെയിം മെത്തേഡാണ് വരുന്നത്. Drag text. Highlight the text you wish to move. Click on it and drag it to place where you want the text in the document. You can also use clipboard on the ribbon. Okay. Search and replace. To find a particular word or phrase in a document, editing, find. Editing എന്ന് പറയുന്നത് ഹോമിൽ തന്നെ എഡിറ്റിങ്ങിൽ ഫൈൻഡ് കൊടുക്കാം. Find and replace a word or phrase in the document. എഡിറ്റിങ്ങിൽ റീപ്ലേസ് കൊടുക്കുക. അൺഡു ചേഞ്ചസ്. ക്ലിക്ക് ഓൺ ദ അൺഡു ബട്ടൺ ഓൺ ദ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. അതായത് ചേഞ്ചസ് അൺഡു ചെയ്യാൻ വേണ്ടിയിട്ട് അൺഡു ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
ഇനി ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് ആണ് നോക്കാൻ പോകുന്നത്. ഹോം ടാബിലാണ് നമുക്ക് ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈൽസ്. ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് ഓൺ ദ ഹോം ടാബ് ഓഫ് ദ റിബൺ there are several areas controlling the style of the document. Font, paragraph, style. A style is a format enhancing tools that include typefaces, font size, effects, bold, italics, underline, etc., colors and more. Font size. Okay, font size ഇതാണ് വരുന്നത്. Change font type, face and size. Click the arrow next to the font name and choose a font size. You can preview how the new font will be look by highlighting the text and hovering over it. ഹോവർ ആൻഡ് ന്യൂ ഫോണ്ട്, അതായത് നമുക്കിപ്പോൾ ഇതിൻ്റെ ടൈൽ കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടി ജസ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ സെലക്ട് ചെയ്യുന്ന ടെക്സ്റ്റ് അവിടെ മാറി വരും. ഓക്കെ, ഫോണ്ട് സ്റ്റൈൽ ആൻഡ് എഫക്ട്സ്. ഫോണ്ട് സ്റ്റൈൽ ആൻഡ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ ബോൾഡ്, ഇറ്റാലിക്സ്, അണ്ടർലൈൻ ഒക്കെ ഉണ്ട്. അതാണ് ഇവിടെ ജസ്റ്റ് പറയുന്നത്. ഇനി ചേഞ്ചിങ് ദ സ്പേസിംഗ് ബിറ്റ്വീൻ ക്യാരക്ടേഴ്സ്. സെലക്ടിങ് എക്സ്പാൻഡഡ് ഓർ കണ്ടൻസ്ഡ് alters the spacing between all selected text letters by the same amount. Kerning alters the spacing between particular pairs of letters. അതായത് പെർട്ടിക്കുലർ പെയർ ഓഫ് ലെറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് സ്പേസിങ് ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേണിങ് ഉപയോഗിക്കുന്നത്. കേണിങ്. ഓക്കെ. Expand or condense the space evenly between the selected characters. Select the text that you want to change on the home tab. Click the font dialog box launcher കൊടുക്കാം. അതിനുശേഷം ക്യാരക്ടർ സ്പേസിംഗ് ടാബിൽ പോവുക. അതിൽ നമുക്ക് എക്സ്പാൻഡഡ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചേഞ്ച് ടെക്സ്റ്റ് കളർ. സെലക്ട് ദ ടെക്സ്റ്റ് ആൻഡ് ക്ലിക്ക് കളേഴ്സ് ബട്ടൺ included on the font group of the ribbon, or highlight the text and right click to choose colors tool. Select the color by clicking the down arrow next to the font button. Highlight text, highlight ചെയ്യാൻ വേണ്ടിയിട്ട് select the text, highlight button ഉണ്ട്, അതിൽ ഫോണ്ട് ഗ്രൂപ്പിലുണ്ട്. select the text and right click ചെയ്ത് കഴിഞ്ഞാൽ ഹൈലൈറ്റ് ടൂൾ വരും. ഓക്കെ. ഇനി കോപ്പി ഫോർമാറ്റിംഗ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇഫ് യു ഹാവ് ഓൾറെഡി ഫോർമാറ്റഡ് ടെക്സ്റ്റ് യു want it and would like another portion of the document you to have same formatting. അതായത് ഫോർമാറ്റിംഗ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം കോപ്പി ഫോർമാറ്റ് ഓഫ് ദ ബൈ ക്ലിക്കിംഗ് ഫോർമാറ്റ് പെയിൻറ്റർ ബട്ടൺ. അതായത് ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിൽ, ഹോം ടാബിൽ ക്ലിപ്പ് ബോർഡ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ഫോർമാറ്റ് പെയിൻറ്റർ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് അവിടേക്ക് അപ്ലൈ കൊടുക്കാൻ പറ്റും. ഓക്കെ. ക്ലിയർ ഫോർമാറ്റിംഗ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ദ ടെക്സ്റ്റ് യു വിഷ് ടു ക്ലിയർ ഫോർമാറ്റിംഗ്. ക്ലിക്ക് ദ സ്റ്റൈൽസ് ഡയലോഗ് ബോക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ക്ലിയർ ഓൾ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാ ഫോർമാറ്റിങ്ങും ക്ലിയർ ആവും. ഓക്കെ, ഏകദേശം എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.